بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ പകലിലാണ് നമ്മളുള്ളത്. ഇന്ന് ഒരിക്കലും നടക്കില്ല എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല മുറാദുകളും നമുക്കെന്ന് തോന്നിയിട്ടുണ്ട് പടച്ചോനിൽ എങ്ങനെ നടക്കാനാണെന്ന്. ആ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ ഒരു 11 സ്വലാത്ത് നമ്മൾ സ്വലാത്ത് പറയും. ആ സ്വലാത്ത് ഒരു 11 വട്ടം ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ ഉറപ്പായിട്ടും ആവശ്യങ്ങൾ നിറവേറുന്നതാണ്. പിന്നെ ഒരു 12 ആയത്ത് നമുക്ക് ഓതാനുണ്ട്. അൽഹംദുലില്ലാ അതങ്ങോട്ട് പാരായണം ചെയ്താൽ പിന്നെ നമുക്ക് സിഹർ, കണ്ണേറ്, മാരണം, കൂടോത്രം ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് ലാവിശായിട്ട് റാഹത്തോടെ നമുക്ക് വിജയിച്ച് രക്ഷപ്പെട്ട് ജീവിക്കാം. അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 70,000 മലക്കുള്ള ദുആ കിട്ടുന്ന പ്രത്യേകമായ സൂറത്ത് പാരായണം ചെയ്യാനുണ്ട്. 80 കൊല്ലത്തെ പാപം മുറുക്കുന്ന മറ്റൊരു അമൽ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമ്മുടെ 1,00,000 പാപവും മാതാപിതാക്കൾ 24,000-ഓളം പാപം മുറുക്കുന്ന മറ്റൊരു അമലുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും ഇജാബത്തിട്ട് കിട്ടുന്ന നേരം നമുക്ക് അടുത്ത റമളാനിൻ്റെ ഇടയിൽ മരണം സംഭവിക്കാതെ ദീർഘായുസ്, ഈ റമളാൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച ആകാതെ ഇനിയും ഒരുപാട് വെള്ളിയാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 1-2 അമലുണ്ട്. ക്ലാസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് ഇന്നത്തെ അമലിനെ കുറിച്ച് പ്രത്യേകം ബോധവാന്മാരും ബോധവതികളാകണം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് റമളാനിൻ്റെ ലാസ്റ്റ് അവസാനത്തെ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേട്ടുപഠിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ റമളാനിലെ വെള്ളിയാഴ്ചരാവും ആക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്ക് ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് റമളാൻ അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി സന്തോഷം നൽകട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ എത്ര പേരാ പറയുന്നത്, എത്ര കമൻറ്റാണ് പറയുന്നത്. കമൻറ്റ് പറയാൻ എഴുതാനൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഉസ്താദേ, ഞങ്ങൾ പ്രായമുള്ളവരാണ്, രോഗികളാണ്, ഞങ്ങളെ മറക്കരുതേ എന്ന് പറയുന്ന ഉമ്മമാർ വേറെ എത്രയാണ്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് മരിച്ചുപോയി നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ടവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഓരോ ഖബറാളികളും നമ്മളുടെ വേണ്ടപ്പെട്ട സഹോദരന്മാർ, ആൺമക്കൾ, പുരുഷന്മാരൊക്കെ വേണ്ടപ്പെട്ടവർ ഖബറിൻ്റെ അടുത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. എത്ര സന്തോഷം എന്നറിയോ. നമ്മുടെ ഉമ്മ ഖബറിൽ കിടക്കാണ്, വല്ലുമ്മ ഖബറിൽ കിടക്കാണ്, ബാപ്പ ഖബറിൽ കിടക്കാണ്, ഭാര്യ ഖബറിൽ കിടക്കാണ് അല്ലേ. ഒന്ന് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് അവർക്ക്. കഴിയുമെങ്കിൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലെ അമലുകൾക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് പരിശുദ്ധ റമളാനിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണെന്ന് മാത്രമല്ല, ഇന്നത്തെ മഗ്രിബോടെ കയറി വരുന്നത് പരിശുദ്ധമായ നമ്മുടെ വിദേശത്തുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 27-ാം രാവാണ്. അവർക്ക് വല്ലാത്ത പോരിശുള്ള രാവ് കയറി വന്നു. നാളെ, അതായത് ശനിയാഴ്ച അസ്തമാനത്തോടെ മഗ്രിബോടെ കയറി വരുന്നത് നമ്മുടെ 27-ാം രാവാണ്. നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക, അതിന് മധുരത്തിൻ്റെ പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ മധുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണുള്ളത്. ഉപയോഗപ്പെടുത്താനുള്ള സെക്കൻഡുകൾ കളയാനില്ല, ഒറ്റ സെക്കൻഡും കളയാനില്ല, ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇനി വെള്ളിയാഴ്ചയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഒരാഴ്ചത്തെ മുഴുവൻ പോരായ്മയും പരിഹരിക്കാനുള്ളതാണ്. റമളാൻ്റെ വെള്ളിയാഴ്ചയോ, റമളാൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച എന്തിനാ യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയ റമളാനിൻ്റെ വെള്ളിയാഴ്ചകളും റമളാനിൻ്റെ ദിവസങ്ങളും പരിഹരിച്ചെടുക്കാനാണ്. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ട് ആ കുറവ് മുഴുവൻ നികത്തണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടാണ് ഇന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ആകാൻ പാടില്ല. അതിനെന്താ മാർഗം? അതിനുള്ള മാർഗം ബിർറ്, ഗുണം ചെയ്യൽ മാത്രമാണെന്ന. വീട്ടിലെ ഉമ്മാക്ക് ഗുണം ചെയ്തു, ബാപ്പാക്ക് ഗുണം ചെയ്തു, ബാപ്പാനെ ഉമ്മാനെ സന്തോഷിപ്പിച്ചു, അത് വലിയ ഗുണം ചെയ്യും. ഇപ്പോൾ ഒരു പിന്നെ സഹോദരൻ്റെ ഭാര്യ, ഒരു വീട്ടിലെ വൈഫ്, നമ്മുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ, അതായത് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചു, അവർക്ക് പിന്നെന്താ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ ബിർറാണ്.
ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ പറ്റി, സ്വന്തം വാപ്പാനുമാനെ സന്തോഷിപ്പിച്ചു, തീർച്ചയായിട്ടും അത് ബിർറാണ്. ആ ഗുണത്തിന് മാത്രമേ ദീർഘായുസ് നമുക്ക് നേടിത്തരാൻ പറ്റൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റമദാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, ഈ ജീവിതത്തിലെ അവസാനത്തെ റമദാനും അവസാനത്തെ വെള്ളിയാഴ്ച രാവും ആകാതിരിക്കാൻ എന്താ മാർഗം? വാപ്പാക്കും ഉമ്മാക്ക് സന്തോഷത്തിന് ഒരു ഹദിയ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്താ ഉള്ളത് അത് അവർക്ക് ചെയ്തു കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ മരിച്ചു പോയതാണെങ്കിൽ ഖബറിൻ്റെ അടുത്ത് പോയി ദ്വാരക്കണം. അപ്പോൾ നമുക്ക് ബിർറ് ചെയ്ത് ഗുണം ചെയ്ത കൂലി കിട്ടും, നമുക്ക് ആയുസ് കിട്ടും. പെട്ടെന്ന് നമ്മുടെ ഈ കൊല്ലത്തെ റമദാനം കൊണ്ട് ആയുസ് തീരില്ല. അള്ളാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി പരിശുദ്ധമായ വെള്ളിയാഴ്ച, റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഉസ്താദുമാർ ഖുത്ബ പ്രഭാഷണം നടത്തുമല്ലോ, പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഖുത്ബ നടത്തുമല്ലോ പള്ളികളിൽ. സഹോദരിമാർക്ക് പരിചയം ഉണ്ടാവില്ല, സഹോദരന്മാർക്ക് അറിയാലോ. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാൻ മാസത്തിനെ സലാം പറഞ്ഞ് പിരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ യാത്രയാക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു യാ സയ്യിദുൽ ഖുത്ബാ, ഖത്തീബുമാരുടെ ലീഡറെ എന്ന് പുണ്യനബി വിളിച്ചിട്ടുള്ള വലിയ മഹാനാണ്. ആ മഹാനവറുകൾ അവിടുത്തെ നബാത്തിയ ഖുത്ബയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സലാം പറയലാണിത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അങ്ങനെ സലാം പറഞ്ഞ് യാത്രയാക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്സങ്ങോട്ട് പൊട്ടും. റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, റമദാൻ ഞങ്ങൾ ഇന്ന് പിരിയാൻ പോവാൻ, അതിൻ്റെ കൂലി ഒട്ടും കുറയ്ക്കല്ലേ അല്ലാ, അവസാനത്തെ റമദാൻ ആക്കല്ലേ. ഈ ദുആ സഹോദരിമാർക്കും വേണം. ഖുത്ബയിലില്ല, അവർ ഈ സലാം പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇന്നത്തെ ദുആയിൽ വളരെ മസ്റ്റായിട്ട് ഇത് കൊണ്ടുവരണം. ഇനി പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പറയാം. ഇന്ന് ഇപ്പോൾ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ, വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഒരു 11 നാരിയത്ത് സ്വലാത്ത്, ഒക്കെ പരിചയമുണ്ടല്ലോ നാരിയത്ത് സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു 11 വട്ടം നമ്മൾ ഓതിയിട്ട്, അവസാനത്തെ വെള്ളിയാഴ്ചയും കൂടെയാണല്ലോ, എന്തുകൊണ്ട് ഇജാബത്തുണ്ടാവും? മലക്കുകളുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാവും, എന്തുകൊണ്ടും പവറാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലൊന്ന് ചോദിച്ചു നോക്കി. അൽഹംദുലില്ലാ 11 നാരിയത്ത് സ്വലാത്തിലോട്ട് എത്ര വലിയ മുറാദും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ മുറാദാണെങ്കിലും ഇത് 11 വട്ടം ചൊല്ലി ദുആ ചെയ്താൽ തീർച്ചയായും മുറാദ് ഹാസിലാകും. മാത്രമല്ല, മഹാന്മാർ പറഞ്ഞ ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച പ്രഭാതത്തിൽ, അതായത് സുബഹി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച പകലിൽ പ്രഭാതത്തിൽ അൽഹംദുലില്ലാ വിശ്വാസിനികൾ 12 വട്ടം പരിശുദ്ധമായ ആയത്ത് കുർസി, അപ്പോൾ 12 ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. പാരായണം ചെയ്തിട്ട് ഒളു ഉണ്ടാവുക, ഒളു എടുത്തിട്ട് 12 ആയത്ത് കുറിച്ച് പാരായണം ചെയ്യുക. എന്നിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, സാധാ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കലും പൈശാചികമായ ഇബ്ലീസിൻ്റെ, ജിന്നിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഫിസിക്കലി ഉണ്ടാവില്ല, മെൻ്റലി ഉണ്ടാവില്ല. നമ്മുടെ കുടുംബപരമായിട്ട്, നമ്മുടെ ജോലിയിൽ ഒന്നും പൈശാചികമായ തടസ്സം, കണ്ണീർ, സിഹർ, അതിനൊക്കെ അറുത്തു മുറിച്ച് കളയാൻ പറ്റും. ഭയങ്കര കാവലാവും. 12 ആയത്ത് കുറിച്ച് വേണം. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും എന്നിട്ട് ദുആ ചെയ്യുക. ഭരണാധികാരികൾ, അല്ലെ, അക്രമകാരികളായ ഭരണാധികാരികളെ തൊട്ട് നമ്മൾ എപ്പോഴും കാവൽ ചോദിക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ പ്രത്യേകിച്ച് അത്തരം അവസ്ഥകളെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു മുസീബത്തും ഉണ്ടാവില്ല, അള്ളാഹിൻ്റെ കാവലുണ്ടാവും. പടച്ചോൻ്റെ കാവലിറങ്ങും. എന്താ വേണ്ടത്? 12 ആയത്തുൽ കുർസി ഓതുക. ഇന്ന് വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ പകൽ ളുഹറിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാ സുബഹി കഴിഞ്ഞിട്ട് നമുക്ക് പ്രഭാതത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. 12 ആയത്ത് കുറിച്ച് ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ നോക്കി. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പരിശുദ്ധമായ ഇന്ന് സ്വലാത്തിൻ്റെ ദിവസമാണല്ലോ. സ്വലാത്ത് ഒരു 80 സ്വലാത്ത് ഇന്ന് ചൊല്ലുന്നവർക്ക് അള്ളാഹു 80 കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് 80 സ്വലാത്തിൻ്റെ ഓഫറാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 300 സ്വലാത്താണ് മിനിമം വേണ്ടത്, അതിൽ കുറയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ സൂറത്തുൽ കഹ്ഫ് അറിയാലോ, ഒരാഴ്ചത്തേക്ക് എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും കാവലാണ്. ദജ്ജാൽ വന്നാൽ പോലും നമ്മളെ തൊടൂല്ല. ഇന്ന് ഓതിയാൽ മതി. തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. അതേപോലെ തന്നെ സൂറത്ത് ദുഖാൻ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. ഇന്ന് സൂറത്ത് ദുഖാൻ ഓതിയാൽ സ്വർഗത്തിലൊരു പ്രത്യേകമായ കൊട്ടാരം അള്ളാഹു നമുക്ക് സംവിധാനം ചെയ്യും. ഇന്ന് സൂറത്ത് ദുഖാൻ പാരായണം ചെയ്താൽ ഒരുപാട് പോരിച്ചുണ്ട്, കഴിയുമെങ്കിൽ പാരായണം ചെയ്യണം. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ജുമയുടെ സുന്നത്തുളി ഞാൻ കുളിക്കുമെന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്തിട്ട് സഹോദരന്മാർ കുളിക്കുക. വെള്ളിയാഴ്ചയുടെ സുന്നത്തുളി എന്ന് പറഞ്ഞിട്ട് ഉമ്മമാർ റാഹത്തായിട്ട് കുളിച്ചോ. അൽഹംദുലില്ലാ, ശരീരത്തിൻ്റെ അള്ളാഹുവിൻ്റെ പിന്നെ എത്രയോ ലക്ഷക്കണക്കിന് മലക്കളുടെ ദുആ കിട്ടുമെന്നറിയോ. ആ ഒരു സുന്നത്തായ നിയ്യത്തുകൊണ്ട് കുളിച്ചാൽ വെള്ളിയാഴ്ച ആ നിയ്യത്ത് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ വെള്ളിയാഴ്ചയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് വെള്ളിയാഴ്ച ജുമുഅ നടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം അള്ളാഹുവിനോട്. പടച്ചോനെ, അള്ളാഹുവേ,
എനിക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു തരണം പടച്ചോനെ എന്ന് അങ്ങനെ ദ്വാരക്കണം. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു. ആ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മ പറഞ്ഞിട്ട് ഒരു 200 വട്ടം പറയാം. എന്നിട്ട് ദ്വാരക്കാം. ജുമാക്ക് മുമ്പ് കഴിയുമെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി ഒരു 100 വട്ടം പറയാം. നമ്മുടെ 1,00,000 പാപം പൊറുക്കും. നമ്മുടെ വാപ്പാടെ ഉമ്മാടെ 24,000-ഓളം പാപം പൊറുക്കും ഈ ദിക്ർ പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ചുരുങ്ങിയത് ഇന്നത്തെ അസർ കഴിയുന്ന നേരം ഏറ്റവും പ്രധാനപ്പെട്ട നേരമാണ്. വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ സമയത്തെക്കുറിച്ച് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ട് ഹദീസുകൾ വെച്ചിട്ട് കൃത്യമായ സ്വരീഹൻ ഹദീസുകളെ തന്നെ കാണാം. വെള്ളിയാഴ്ച അസർ കഴിഞ്ഞിട്ടുള്ള നേരം ഏറ്റവും പവറാണ്. റമദാനിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച്. അപ്പോൾ അസർ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുക, അൽഹംദുലില്ലാഹ്, എന്നിട്ട് പടച്ചവനോട് ദ്വാരക്കാം. കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ, ഭാഗ്യം നൽകട്ടെ. ആദം നബിയെ പടച്ച ആ നേരം വല്ലാത്ത പൊരിശുള്ള നേരമാണ്. അത് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താം. ആ ദുആയിൽ എന്ത് വേണം? നമുക്ക് തീർച്ചയായും കബൂലിയത്ത് കിട്ടാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ദുആ വേണം. അതോടൊപ്പം അല്ലാഹുവേ എനിക്ക് ദീർഘായുസ് വേണം. എൻ്റെ ഈ റമദാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച എൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആക്കരുത്, ദീർഘായുസ് വേണമെന്ന് പറയണം, ദ്വാരക്കണം പ്രത്യേകിച്ച്. പിന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ്. ദീർഘായുസ് ഉറപ്പാണ്. അള്ളാഹു ഒരുപാട് റമദാൻ തരും. ആ വിഷയം കൂടെ പ്രത്യേകം നമ്മൾ ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഈ സലാം പറഞ്ഞ് യാത്രയാക്കുന്ന റമദാൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയിൽ അള്ളാഹു എല്ലാ പാപങ്ങളെയും സലാം പറഞ്ഞയച്ച് ഒഴിവാക്കി നരകമോചനം കിട്ടി, സ്വർഗപ്രവേശനം കിട്ടി. റമദാൻ അനുകൂലമായി നാളെ നമ്മൾ ആഖിറത്തിൽ വരുമ്പോൾ ഓടി വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന റമദാനാക്കി റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ റമദാൻ അങ്ങനെ ആക്കണേ പടച്ചവനെ. ബറക്കത്തും ഖൈറും നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ പടച്ചവനെ. ദുആ ദുആ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ഹദിയ നൽകി അയച്ചിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പടച്ചവനെ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ എല്ലാ പോരിശയും കൊടുക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് നിന്റെ നസ്ർ സഹായം വേണം പടച്ചവനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നിന്റെ സഹായം വേണം അല്ലാ. അല്ലാഹു മസ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, നിങ്ങൾക്ക് ഖൈറായ മഴ നൽകണേ റബ്ബേ, റാഹത്ത് നൽകണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله